ഹായ് മക്കളെ, പൊതുവെ ജെയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്ന മക്കൾക്ക് ഒരു ഇഷ്ടമില്ലാത്ത ഒരു ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ആക്ച്വലി കെമിസ്ട്രി. പക്ഷേ നിങ്ങളെ എക്സാമിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്കും ഏതെന്നായിരിക്കും? കെമിസ്ട്രി തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സീനിയേഴ്സിനോട് പോയിട്ട് ചോദിക്കുക. സീനിയേഴ്സിന് കിട്ടിയ മാർക്കും ആ ടോട്ടൽ കിട്ടിയ മാർക്കിൽ കെമിസ്ട്രിക്ക് എത്ര മാർക്ക് ഉണ്ടെന്നും കൂടി മക്കൾ എന്ത് ചെയ്യുക? ചോദിക്കുക. അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടിയ മാർക്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സബ്ജക്റ്റ് കെമിസ്ട്രി തന്നെ ആയിരിക്കും. കാരണം കെമിസ്ട്രി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഫിസിക്സും മാത്സും വെച്ച് കമ്പയർ ചെയ്യുമ്പം ആക്ച്വലി നിങ്ങളെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ നോക്കുമ്പം കെമിസ്ട്രി കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എളുപ്പമുള്ള ടോപ്പിക്ക് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഭയങ്കര കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ അത് നമുക്ക് എന്താ നഷ്ടം തന്നെയാണ്. ഏത് ക്വസ്റ്റ്യൻ ആയാലും ടഫായാലും എളുപ്പമായാലും ക്വസ്റ്റ്യന് 4 മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കയ്യിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പിടിക്കണം. അതുകൊണ്ട് കെമിസ്ട്രി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കെമിസ്ട്രി നമ്മൾ പറയുമ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി, അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രി, അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രി നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി പൊതുവെ നമ്മൾ മാത്സ് എന്തായിരിക്കണം? ഒന്ന് സ്ട്രോങ് ആക്കി വെക്കണം. അതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കുറേ ടൈപ്പ് എന്ത് ചെയ്യണം? ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാറ്റി വെക്കരുത്. ആൻസർ കിട്ടുന്നവരെ, ഫൈനൽ ആൻസർ കിട്ടുന്നവരെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ എന്ത് ചെയ്യണം? മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ലാസ്റ്റിലോട്ട് വരെ എത്തിക്കണം. അല്ലാണ്ട് കൺസെപ്റ്റ് അറിയാം അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല. കാരണം മാത്സ് നിങ്ങൾ അതിലെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ചെയ്യേണ്ട കാര്യം PYQ ക്വസ്റ്റ്യൻ മാക്സിമം എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. NCERTക്ക് അത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം PYQ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഫൈനൽ ആൻസർ കിട്ടുന്നവരെ പ്രോബ്ലം എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി പിന്നെ പൊതുവേ നിങ്ങൾക്ക് ഫിസിക്സും മാത്സൊക്കെ പഠിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതിയാകും. പക്ഷേ ഇനോർഗാനിക് കെമിസ്ട്രിയാണ് പൊതുവേ പിള്ളേർക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ടോപ്പിക്. കാരണം കുറേ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ പൊതുവേ എഞ്ചിനീയേഴ്സിന് പൊതുവേ ആ ഒരു ഭാഗം അത്ര ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ പോലും ഇനോർഗാനിക്കിൽ ഏറ്റവും കൺസെപ്ച്വൽ ആയിട്ടുള്ള 3 ടോപ്പിക് ഉണ്ട്. നമുക്കൊക്കെ അറിയാം. ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്, അതേപോലെ കെമിക്കൽ ബോണ്ടിങ്, അതേപോലെ കോർഡിനേഷൻ കെമിസ്ട്രി. ഈ 3 ടോപ്പിക്കും ആക്ച്വലി ബൈഹാർട്ടിങ് അല്ല. അത് നമ്മൾ കൺസെപ്ച്വലി നല്ല പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഈ 3 ടോപ്പിക്കിൽ നിന്ന് അത്യാവശ്യം നല്ല പോലെ വെയിറ്റേജ് വരും. കാരണം ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള കുറേ ടോപ്പിക്ക് ആൾറെഡി ഡിലീറ്റഡാണ്. അതുകൊണ്ട് തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള വെയിറ്റേജ് മൊത്തം ഈ 3 ടോപ്പിക്കിലോട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ 3 ടോപ്പിക്ക് പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നല്ല പോലെ കൺസെപ്റ്റ് എന്ത് ചെയ്യണം? അറിയണം. ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം NCERT പക്ക തറോ ആക്കണം. അതേപോലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം. അത് കൂടാണ്ട് PYQ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇനോർഗാനിക്കിൽ പൊതുവെ NCERTക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. NCERTയിലുള്ള ടോപ്പിക്ക് എന്തായാലും മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ആ 3 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കെമിക്കൽ ബോണ്ടിങ്, കോർഡിനേഷൻ കെമിസ്ട്രി, അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. അതെല്ലാ എക്സാമിനും കോമൺ ആയിട്ട് ചോദിക്കും. കാരണം അത് അത്രയും ഇനോർഗാനിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ 3 ടോപ്പിക്ക് കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൾമോസ്റ്റ് ഒരു 70% ഇനോർഗാനിക്കും പക്ക ആയിട്ടുണ്ടെന്ന്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ, ബൈഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും? ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് പോകും. ഓർഗാനിക് നമ്മളിപ്പോൾ നോമൻക്ലേച്ചർ തുടങ്ങിയിട്ടുണ്ട്. നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോമൻക്ലേച്ചർ ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പോകാൻ പറ്റില്ല. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഏതാ? നിങ്ങൾ GOC1ഉം GOC2ഉം, അതായത് റിയാക്ഷൻ മെക്കാനിസം പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ്. ഈ GOC1ഉം GOC2 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് 70-80% ഓർഗാനിക് കഴിഞ്ഞു. GOC1ഉം GOC2ഉം എളുപ്പമാണെങ്കിൽ, അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർഗാനിക് നിങ്ങൾ ഒരിക്കലും ടഫാണ് നിങ്ങൾ പറയൂല. അപ്പോൾ നിങ്ങൾ GOC1ഉം GOC2ഉം പഠിക്കുന്ന സമയത്ത് മാക്സിമം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം എല്ലാം കൺസെപ്ച്വലി പഠിക്കുക. ഓരോന്നിൻ്റെയും റിയാക്ഷൻ മെക്കാനിസം മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി അങ്ങോട്ട് പോകുന്ന ആൾഡിഹൈഡും ഹാലോ ആൽക്കെയിനും അതേപോലെ ആൽക്കോഹോൾ ഫിനോൾ ഈതർ എന്നുള്ള ചാപ്റ്ററൊക്കെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യം ഫോക്കസ് ചെയ്താൽ തന്നെ കെമിസ്ട്രിയിൽ നല്ല സ്കോർ ചെയ്യാം. മക്കളെ കെമിസ്ട്രിയിൽ നല്ലൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാക്കി പിന്നെ ഫിസിക്സ് മാത്സ് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് 150+ സ്കോർ ചെയ്യാം. 150+ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് നല്ലൊരു പെർസെൻറ്റേജിൽ സ്കോറും നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫിസിക്സും മാത്സും പഠിക്കുന്നതിൻ്റെ അതേ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ നിങ്ങൾ എന്തിനു കൊടുക്കണം? കെമിസ്ട്രിയിൽ കൊടുക്കണം. കാരണം കെമിസ്ട്രി പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും. എളുപ്പം. അതുകൊണ്ട് എളുപ്പമുള്ള ടോപ്പിക്ക് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ടഫിലോട്ട് കടന്നാൽ അത് ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് മക്കൾ എന്തായാലും എന്ത് ചെയ്യുക? കെമിസ്ട്രി നല്ല പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നല്ല സ്കോർ ചെയ്യുക.
അങ്ങനെയാണെങ്കിൽ ബാക്കി ടോപ്പിക്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും നമുക്ക് നല്ല പെർസെൻറ്റേജ് കിട്ടും. അതേപോലെ നല്ല നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യം മക്കൾ ശ്രദ്ധിക്കുക. ഇനി കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഈ കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലോട്ട് വരണം. അപ്പോൾ നമുക്ക് രണ്ട് കൂട്ടർക്കും എന്ത് ചെയ്യാം, ഒരുമിച്ച് പോകാം. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, നല്ല സ്കോർ വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്.